ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നലെ രാത്രിയാണ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏതാ സ്റ്റേഷൻ? ഏതോ ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മോർണിംഗ് എണീറ്റ് വാഷ്റൂം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്, വാഷ്റൂമിലെ അവസ്ഥ എല്ലാം പറയുമ്പോൾ ഭയങ്കര അവസ്ഥയായിരുന്നു. തീരെ നീറ്റ്നെസ് ഇല്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ജസ്റ്റ് ബ്രെഡും ന്യൂട്ടെല്ലാം എല്ലാം കഴിച്ച് ഇപ്പം 10:30 എങ്ങാനും ഒരു സ്റ്റേഷനിൽ നിർത്തിയതാ. പിന്നെ ഈ സ്റ്റേഷനിലാണ് ഇപ്പോൾ ട്രെയിൻ നിർത്തുന്നത്. ഒരു 10 മിനിറ്റ്സ് ഹോൾഡ് ചെയ്യും. അപ്പം അതൊക്കെയാണ് ഈ ട്രെയിനിലെ വിശേഷങ്ങൾ. നമുക്ക് ട്രെയിനിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു കേട്ടോ. ഇനി വിവേക് എക്സ്പ്രസിന്റെ അടിപൊളി കാഴ്ചകൾ കാണിച്ചു തരാം. പഴം വേണോ? സമോസ ആണോ ഗൈസ്? അപ്പോൾ വിവേക് എക്സ്പ്രസിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് അവസ്ഥ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ എങ്ങനെയാണെന്നൊക്കെ. പരിതാപകരമാണ് ഗൈസ്. സമയം 6 o'clock ആകുമോ? സമയം 6 മണിയാവാൻ പോകുന്നത്. അപ്പം ഉച്ചക്കൊരു 1:30 ഞാൻ വല്ല കിടന്ന് ഇപ്പോഴാണ് എണീക്കുന്നത്. നല്ല ഉറക്കെല്ലാം ഉറങ്ങി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എത്താൻ പോകുന്നുണ്ടല്ലോ. വിജയവാഡ അടുത്ത സ്റ്റേഷൻ എത്താൻ പോകുന്നുണ്ട്. അവിടെ ഒരു 10 മിനിറ്റ്സ് എന്തായാലും 10 മിനിറ്റ്സ് ഉണ്ടാവും. അതൊരു റെയിൽ ഷെയറിംഗ് ഒക്കെ വരുന്നുണ്ടാവും. പിന്നെ ഞാൻ നല്ല ഉറക്കുറങ്ങി. കുറേ പോസ്റ്റ് ആയിട്ടിരുന്ന്. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ വിജയവാഡ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നമുക്കൊരു ചായ കുടിക്കാം. കുറച്ച് വ്ളോഗും സീരീസെല്ലാം കണ്ടിട്ട് പിന്നെ പറയണം. ഒരു മൂവി ഉണ്ട് കാണാൻ. പിന്നെ ഞാനും അപ്പർ ബർത്താണ്. ഇബ്ബു അപ്പർ ബർത്ത്, രണ്ടാളും അപ്പർ ബർത്തായിട്ട്. പക്ഷേ എനിക്ക് ലോറിലിരിക്കാൻ പറ്റും. സൈഡ് അപ്പറും പിന്നെ സൈഡിൽ അപ്പറുമാണ് കിട്ടിയത്. പിന്നെ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നൈറ്റിലേക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിനെ കൊണ്ട് ഉപകാരമുണ്ട് കേട്ടോ. അച്ചു ഒരു കോൾ ചെയ്ത് 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ആളെത്തും. ക്ലീൻ ചെയ്യാനാണെങ്കിലും എസിൻ്റെ ഞാൻ ഇന്നലെ ഓൾറെഡി 2 പ്രാവശ്യമായി. ഇപ്പോൾ എസിൻ്റെ കൂളിങ്ങിൻ്റെ ഇഷ്യൂ പറയാൻ വേണ്ടി വിളിച്ചു. അപ്പോഴാണ് വന്ന് റെഡിയാക്കിയിട്ട് പോകും. ഈ നമ്പറിൽ പിന്നെ അതുപോലെ ക്ലീൻ ചെയ്യാനാണെങ്കിലും വാഷ്റൂം ക്ലീൻ അല്ലെങ്കിലും വാഷ്റൂം പിന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ വാഷ്റൂം ക്ലീനിങ് എന്നൊക്കെ പേരേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പെനോലിങ്ങനെ ആക്കിയിട്ട് പോകും. വാഷ്റൂമിൻ്റെ കാര്യത്തിലൊന്നും വിളിച്ചിട്ട് വലിയ യൂസ് ഉണ്ടാവില്ല. കാരണം അതാണ് അവസ്ഥ. തമ്പാക്ക് എക്സ്പ്രസ് എക്സ്പ്രസ് നല്ല വിശപ്പുണ്ട്. കാരണം നമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മളെ ചിപ്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കഴിച്ചിട്ടില്ല. അപ്പം ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം ഇന്ന് കഴിക്കാൻ പോകുന്ന ഫസ്റ്റ് ഫുഡാണ്. അപ്പം നമ്മളെ രാജമുണ്ട്രി സ്റ്റേഷനിലാണല്ല നമ്മളെ ഫുഡ് എത്തുന്നത്. എൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ അപ്പുറത്തിൽ കയറി ഫുഡെല്ലാം രാജമുണ്ട്രി പ്ലേറ്റ്. ആനപ്ലേറ്റ് ഒരു പ്ലേറ്റിനാണോ ആയിരിക്കും. രാജമുണ്ട്രി പ്ലേറ്റ് ആണ്. പിന്നെ പ്ലേറ്റിലാണ് ഇതെങ്ങനെ തിന്നാം. നമ്മ അറിയില്ല, നോക്കാം. ഫ്രൈഡ് റൈസ് മാത്രമല്ല
സർപ്രൈസും പിന്നെ നിനക്കൊരു സർപ്രൈസ്. ഇത് തൈരാണ് കടത്തണം പാടാലോ. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. സ്കിൻ കെയർ ട്രെയിനാണെങ്കിൽ നമ്മൾ സ്കിൻ കെയർ മിസ്സാക്കി. എന്തെങ്കിലും ട്രിപ്പ് പോയിരുമ്പോൾ നല്ല ടാൻ അടിച്ചിട്ടുണ്ട് ചില വരാം. നല്ല മുഴുവൻ സ്കിൻ കെയർ വേണ്ടല്ലോ. അപ്പം നമുക്ക് നൈസായിട്ടൊന്ന് ഉറങ്ങി എണീക്കാം. അപ്പം ബാക്കി വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണാം.